നമസ്കാരം. ലോകരാഷ്ട്രീയ വേദിയിൽ അധികാരത്തിന്റെ മതം തലക്കി പിടിക്കുമ്പോൾ ചില നേതാക്കളിൽ നിന്ന് ദൈവങ്ങളാകാൻ പോലും ശ്രമിക്കുന്നതായി ചരിത്രം നമ്മെ പലവട്ടം പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഏറ്റവും പുതിയ ഉദാഹരണമായി വീണ്ടും വിവാദത്തിന്റെ നടുവിൽ നിൽക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. സ്വന്തം രാഷ്ട്രീയ പ്രതിച്ഛായ ഉയർത്താൻ അദ്ദേഹം സ്വീകരിച്ച പുതിയ നീക്കം സ്വയം ജീസസ് ക്രൈസ്റ്റുമായി താരതമ്യം ചെയ്യുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ്. ഇത് വെറും ഒരു പോസ്റ്റ് മാത്രമല്ല, വിശ്വാസങ്ങളെയും മൂല്യങ്ങളെയും പരിഹസിക്കുന്ന അഹങ്കാരത്തിന്റെ നഗ്ന പ്രകടനമാണ്. ഒടുവിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വയം യേശുവിനെ പോലെ ചിത്രീകരിക്കുന്ന വിവാദപരമായ സോഷ്യൽ മീഡിയ പോസ്റ്റ് നീക്കം ചെയ്തിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഈ ചിത്രത്തിൽ ആശുപത്രി കിടക്കയിൽ കിടക്കുന്ന ഒരു രോഗിയെ ട്രംപ് സുഖപ്പെടുത്തുന്നതായാണ് കാണിച്ചിരിക്കുന്നത്. ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച ഈ പോസ്റ്റിനെതിരെ ട്രംപിനെ പിന്തുണയ്ക്കുന്നവരിൽ നിന്ന് പോലും ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നത്. തന്നെ ഒരു ഡോക്ടറായാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നതെന്ന് ട്രംപ് അവകാശപ്പെട്ടുവെങ്കിലും ആളുകൾക്ക് ആശയക്കുഴപ്പമുണ്ടായതിനാലാണ് ചിത്രം നീക്കം ചെയ്തതെന്ന് അദ്ദേഹം പിന്നീട് വ്യക്തമാക്കി. വെള്ള വസ്ത്രം ധരിച്ച ട്രംപ് രോഗിയുടെ നെറ്റിയിൽ തിളങ്ങുന്ന കൈവച്ചിരിക്കുന്നതായിരുന്നു ആ ചിത്രം. ഇത് യേശു രോഗികളെ സുഖപ്പെടുത്തുന്ന മതപരമായ പെയിന്റിങ്ങുകൾക്ക് സമാനമാണ് എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി. ചിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും അമേരിക്കൻ പതാകയും യുദ്ധവിമാനങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. താൻ ആളുകളെ വളരെയധികം മെച്ചപ്പെട്ടവരാക്കുന്നുണ്ട് എന്നാണ് ചിത്രം പങ്കുവച്ചതിനെ കുറിച്ച് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഇത്തരമൊരു ചിത്രം ഒരു സാഹചര്യത്തിലും അംഗീകരിക്കാനാവില്ല എന്ന് ക്രൈസ്തവ ആക്ടിവിസ്റ്റായ ഷോൺ ഫ്യൂച്ച് പ്രതികരിച്ചു. ചിത്രത്തിനെതിരെ കടുത്ത വിമർശനമാണ് മതവിശ്വാസികളുടെ ഭാഗത്തു നിന്നുണ്ടായത്. ദൈവത്തെ പരിഹസിക്കരുതെന്നാണ് പ്രമുഖ യാഥാസ്ഥിതിക ആക്ടിവിസ്റ്റ് റൈലി ഗെയിൻസ് പ്രതികരിച്ചത്. ചിത്രം എല്ലാ പരിധികളും ലംഘിച്ചുവെന്നും വിശ്വാസികൾക്ക് ഇത് അംഗീകരിക്കാനാവില്ല എന്നും ക്രിസ്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്കിലെ സഹപ്രവർത്തകൻ ഡേവിഡ് ബ്രോഡിയും വ്യക്തമാക്കി. ട്രംപിന്റെ മുൻപത്തെ സോഷ്യൽ മീഡിയ ഇടപെടലുകളും ഇത്തരത്തിൽ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ഫെബ്രുവരിയിൽ ബരാക് ഒബാമയും മിഷേൽ ഒബാമയും അധിക്ഷേപിക്കുന്ന വീഡിയോ പങ്കുവച്ചത് പ്രതിഷേധത്തെ തുടർന്ന് വൈറ്റ് ഹൌസിന് നീക്കം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ വിവാദ ചിത്രം പങ്കുവെക്കുന്നതിന് തൊട്ടു മുൻപ് ട്രംപ് മാർപ്പാപ്പ ലിയോ 14-നെതിരെയും രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു. മാർപ്പാപ്പ വിദേശ നയങ്ങളിൽ വളരെ മോശമാണെന്നും കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ദുർബലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ട്രംപ് ആരോപിച്ചു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഇറാനിലെ സൈനിക ഇടപെടലുകളെ മാർപ്പാപ്പ ആവർത്തിച്ച് അപലപിച്ചതാണ് ട്രംപിനെ ചോടിപ്പിച്ചത്. ഇറാൻ യുദ്ധം അസംബന്ധവും മനുഷ്യത്വരഹിതവുമായ അക്രമമാണ് എന്നാണ് ലിയോ 14 വിശേഷിപ്പിച്ചത്. തനിക്ക് ട്രംപ് ഭരണകൂടത്തെയോ സുവിശേഷ സന്ദേശം ഉറക്കെ പറയുന്നതിനെയോ ഭയമില്ല എന്ന് മാർപ്പാപ്പ വ്യക്തമാക്കി. എന്നാൽ ഈ വിഷയത്തിൽ ക്ഷമ ചോദിക്കാൻ ട്രംപ് തയ്യാറായില്ല എന്ന് മാത്രമല്ല, മാർപ്പാപ്പയുടെ നിലപാടുകൾ തെറ്റാണെന്ന് ആവർത്തിക്കുകയും ചെയ്തു. ഇറാനെ ആണവായുധങ്ങൾ നേടാൻ അനുവദിക്കില്ല എന്നും മാർപ്പാപ്പയ്ക്ക് അതിന്റെ പ്രത്യാഘാതങ്ങൾ അറിയില്ല എന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ വെച്ച് പറഞ്ഞു. മുൻപും ട്രംപിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇത്തരത്തിൽ വിവാദങ്ങൾക്കും നയതന്ത്ര ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഒരു നേതാവ് തന്റെ അനുയായികളുടെ വികാരങ്ങളെ മാനിക്കേണ്ടതുണ്ടെങ്കിലും ട്രംപിന്റെ ഈ നടപടി അതിന് കൃത്യമായ വിരുദ്ധമാണ്. ആത്മീയതയെയും മതവിശ്വാസങ്ങളെയും സ്വന്തം രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് ഒരു നേതാവിന്റെ നൈതിക പരാജയമാണ്. ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് വിശ്വാസികൾക്ക് ക്രിസ്ത്യാനിറ്റി ഒരു വിശുദ്ധമായ ജീവിത മാർഗമാണ്. എന്നാൽ അതിനെ ഒരു പ്രചരണ ഉപകരണമാക്കി ചുരുക്കി കാണിച്ച ട്രംപിന്റെ സമീപനം ഒരു വ്യക്തിയുടെ അഹങ്കാരം എത്രത്തോളം അതിരുകൾ ലംഘിക്കാമെന്ന് തെളിയിക്കുന്നതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് ട്രംപിനെ പിന്തുണച്ചിരുന്നവരിൽ നിന്നു തന്നെ ശക്തമായ പ്രതിഷേധം ഉയർന്നു എന്നതാണ്. അതൊരു സാധാരണ വിമർശനമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ യാത്രയിൽ തന്നെ ഒരു മുന്നറിയിപ്പാണ്. ഒരു നേതാവ് തന്റെ പരിധികൾ മറക്കുമ്പോൾ ജനങ്ങൾ അവനെ ഓർമ്മിപ്പിക്കും. അധികാരം ദൈവികമല്ല, ഉത്തരവാദിത്വമാണ്.